ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാണാനും ഒന്നും ആഗ്രഹിക്കാത്ത 2 ദിവസങ്ങളാണ് ഹിരോഷിമ നാഗസാക്കി ദിനം. ഓർമ്മകളിൽ എപ്പോഴും ഒരു വിങ്ങൽ മാത്രം ബാക്കി നിർത്തുന്ന 2 ദിവസങ്ങൾ നമുക്കറിയാം, യുദ്ധങ്ങൾ നമുക്ക് ഒരു കാര്യങ്ങളും നൽകുന്നില്ല, നഷ്ടങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ, സങ്കടങ്ങളും ബാക്കിയാവുന്നു. അങ്ങനെ ഈ ഒരു ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളിൽ ക്വിസ് മത്സരങ്ങൾ നടത്താറുണ്ട്. ആ ഒരു ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു കറുത്ത ദിനങ്ങളുടെ പിന്നാമ്പുറ കാഴ്ചകൾ, അത്തരം ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക്. നോക്ക്, ആദ്യത്തെ ഒരു ചോദ്യം, അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? ഉത്തരം അതെ, പേൾ ഹാർബർ. ഓർത്തു വയ്ക്കുക, പേൾ ഹാർബർ എന്ന തുറമുഖം. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിന്റെ ഭാഗമായാണ് ഹിരോഷിമ നിലനിൽക്കുന്നത്? ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് ഹിരോഷിമ? ഓർത്തു വയ്ക്കുക, ഉത്തരം അതെ, ജപ്പാൻ. ജപ്പാന്റെ ഭാഗമാണ് ഹിരോഷിമ എന്ന സ്ഥലം. അടുത്ത ചോദ്യം നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യമേത്? ലോകത്ത് ആദ്യമായി ഏത് രാജ്യമാണ് അണുബോംബ് പ്രയോഗിച്ചത്? നമുക്കറിയാം, അണുബോംബ് അത്രയും മാരകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഏത് രാജ്യമാണ്? ഉത്തരം അതെ, അമേരിക്ക. അമേരിക്ക എന്ന രാജ്യമാണ് ലോകത്ത് ആദ്യമായി ഈ ഒരു അണുബോംബ് പ്രയോഗിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത് എന്നാണ്? ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത് എന്ന്? ഉത്തരം അതെ, നിങ്ങൾ ഓർത്തു വയ്ക്കുക, 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6. അടുത്ത ചോദ്യം, നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര് എന്താണ്? നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര് എന്താണ്? അതേ ഉത്തരം യെസ്, ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് ആണ് ആ ഒരു ബോംബിന്റെ പേര്. അടുത്ത ചോദ്യം, നാഗസാക്കിയിൽ എന്നാണ് അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ഇനി നാഗസാക്കിയിൽ എന്നാണ് അണുബോംബ് വർഷിച്ചത്? ഉത്തരം അതെ, 1945 ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 6, 9 വർഷങ്ങൾ സെയിം ആണ്. ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര് എന്താണ്? ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങൾ ഓർത്തു വെച്ച് പോവേണ്ട കാര്യങ്ങളാണ്. നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. നേരത്തെ പറഞ്ഞു നമ്മൾ ലിറ്റിൽ ബോയ്, ഇതിന്റെ പേര് ഫാറ്റ്മാൻ. അടുത്ത ചോദ്യം, യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ്? യുദ്ധവും സമാധാനവും എന്ന കൃതി ആരുടെ കൃതിയാണ്? ഉത്തരം അതെ, ലിയോ ടോൾസ്റ്റോയ്. യുദ്ധവും സമാധാനവും ലിയോ ടോൾസ്റ്റോയുടെ കൃതിയാണ്. അടുത്ത ചോദ്യം, ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഓർത്തു വയ്ക്കുക, ഉത്തരം അതെ, ഹിരോഷിമ. ശാന്തിയുടെ നഗരം ഹിരോഷിമ. അടുത്ത ചോദ്യം, യുദ്ധത്തിനിരയായ അനേകായിരം കുഞ്ഞുങ്ങളുടെ പ്രതീകമായ ജപ്പാനിലെ ആ ഒരു പെൺകുട്ടി ആരാണ്? യുദ്ധത്തിനിരയായ അനേകായിരം കുഞ്ഞുങ്ങളുടെ പ്രതീകമായ ജപ്പാനിലെ ആ ഒരു പെൺകുട്ടി, നിങ്ങൾക്ക് അറിയുന്ന ആ ഒരാൾ സഡാക്കോ സസാക്കി 1000 സഡാക്കോ കുക്കുകളെ ഉണ്ടാക്കുന്ന ആ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉത്തരം സഡാക്കോ സസാക്കി. അടുത്ത ചോദ്യം, ചിത്രത്തിലെ ഈ ഒരു വ്യക്തി ആരാണ്? ചിത്രത്തിലെ ഈ ഒരു വ്യക്തി ആര്? നിങ്ങൾക്ക് അറിയോ ഈ ഒരു വ്യക്തിയെ? അതെ, ആൻ ഫ്രാങ്ക്. നമ്മൾ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ്.
സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടു പോയിട്ടുള്ളത്. എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഇതിൻ്റെ കണക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചാനൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്ത ബാക്കി വീഡിയോസ് കൂടി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഭാഗമായി കാണുക. അതോടൊപ്പം യുദ്ധത്തിനെതിരെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്നും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.